മലപ്പുറം വെട്ടത്തൂർ സ്വദേശിനി ഫസീല കൊല്ലപ്പെട്ട് 5 ദിവസം കൊണ്ട് തന്നെ നടക്കാവ് പോലീസിന് പ്രതി അബ്ദുൾ സനൂഫിനെ ചെന്നൈയിൽ വെച്ച് പിടികൂടാനായി. ഒറ്റപ്പാലം പോലീസിൽ അബ്ദുൾ സനൂഫിനെതിരെ ഫസീല പീഡന പരാതി നൽകിയിരുന്നു. ഇത് ഒത്തുതീർപ്പാക്കാനായിരുന്നു എരഞ്ഞിപ്പാലത്ത് ലോഡ്ജിൽ മുറിയെടുത്തത്. എന്നാൽ ഫസീല ഒത്തുതീർപ്പിന് സമ്മതിക്കാതെ വന്നതോടെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് പരാതിക്കാരി പോവില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലൊരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തിൻ്റെ ഒടുവിൽ ശാരീരികമായിട്ട് ഈ സ്ത്രീയെ കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സ്ത്രീ ഭയങ്കരമായിട്ട് ബഹളം വെച്ചപ്പോൾ നേരത്തെ റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ളതിൻ്റെ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ വീണ്ടും തന്നെ മറ്റൊരു റേപ്പ് കേസിലേക്ക് കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ട് ഇവരെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വായ പൊത്തി പിടിക്കുകയും പിന്നീട് കഴുത്തിനമർത്തുകയും കിടക്കയിലേക്ക് കിടത്തിയിട്ട് കഴുത്ത് ബലമായിട്ട് പിടിച്ച സമയത്താണ് ഈ സ്ത്രീ ശ്വാസം മുട്ടിയിട്ട് മരണപ്പെട്ടു പോകുന്നത്. കൊലപാതകം നടത്തിയ ശേഷം ലോഡ്ജിൽ നിന്ന് മുങ്ങിയ പ്രതി പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ പഠിച്ച പണി 18 നോക്കിയതാണ്. പാലക്കാട്ട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാറും സനൂഫ് ബന്ധപ്പെടാൻ ശ്രമിച്ച സുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞതുമാണ് പോലീസിന് പ്രതിയിലേക്ക് എത്താനുള്ള വഴിയൊരുക്കിയത്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നിരന്തരമായിട്ട് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഗൗഡ ചൗഡ എന്ന പേരിലുള്ള ഒരു ദക്ഷിണ കന്നഡയിലെ ഒരാളുടെ പേരിലുള്ള ഒരു സിം ഇദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കി ആ സിമ്മിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് ഈ പ്രതിയിലേക്ക് എത്തിച്ചത്. പ്രതിയെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങും. ഒത്തുതീർപ്പിന് ഫസീല സമ്മതിച്ചില്ലെങ്കിൽ കൊലപാതകം തന്നെയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ഇതിനിടയ്ക്ക് ഫസീല ബഹളം വെച്ചത് ആരും കേട്ടതുമില്ല. ഇനി അറിയേണ്ടത് പ്രതി അബ്ദുൾ സനൂഫ് മാത്രമാണോ, സനൂഫിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ്. അതും പോലീസ് അന്വേഷിക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.